ചാനലിനാണ് നമ്മളുടെ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ചാനലിലെ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ചാനൽ തുടങ്ങിയ നാൾ തൊട്ടേ കുറേ റിക്വസ്റ്റ് വരാറുണ്ട്, നമ്മുടെ ഹോം ടൂർ ചെയ്യുമോ, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിക്കുമെന്ന് കുറേ പേരായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇത്രയും കാലമായിട്ടും ചെയ്യാണ്ടിരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ വീടെന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു വീടാണ് കേട്ടോ. ചെറിയ വീടാണ്, അതിലുപരി പഴയ വീടാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 50 വർഷം, 50ഒന്നും അല്ല അതിലും മേലെ പഴക്കമുള്ള വീടാണ് കേട്ടോ ഇത്. എൻ്റെ പപ്പ എല്ലാം ചെറുതിലെ തൊട്ടേ താമസിച്ച വീടാണ്, പപ്പയുടെ കുടുംബ വീടാണ്. അത് കഴിഞ്ഞ് പപ്പയുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞു, അവരൊക്കെ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ എല്ലാവരും മാറി മാറി എല്ലാവരും എന്താ പറയുക വീടുകളൊക്കെ വാങ്ങി. പക്ഷെ നമ്മൾ ഇളയതായതുകൊണ്ട് പപ്പ ഏറ്റവും ഇളയതായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി നമുക്ക് കുടുംബ വീട് നമുക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിൽ ഞങ്ങൾ ആ ഒരു വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. പക്ഷെ നമ്മൾ കുറേ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പണ്ടത്തെ ആ ഒരു വീടല്ല, നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും വീട് അത് തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ പുതിയ വീട് വാങ്ങണം, പുതിയ വീട് വെക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിച്ചു കേട്ടോ, നമുക്ക് പുതിയ വീട് വാങ്ങി നമുക്ക് അപ്പോൾ ഹോം ടൂർ അടിച്ചു പൊളിച്ചൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് നടക്കുന്നൊന്നുമില്ല. സോ നമുക്ക് തൽക്കാലം ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ കണ്ടിട്ട് വരാം. നമുക്ക് പുതിയ വീടൊക്കെ വെക്കുമ്പോൾ നമുക്ക് പതിയെ അതിൻ്റെ ഹോം ടൂറൊക്കെ കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ ഷോപ്പ് ചെയ്യാമെന്നുള്ള ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ക്യാഷ് കറോ ആണ്. നമുക്ക് ക്യാഷ് കറോ വഴി റിയൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പോൾ സംഭവം ഒരു വേറെ ലെവൽ ക്യാഷ് ബാക്ക് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ പോയിട്ട് വീടൊക്കെ കണ്ടിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റില് കാണുന്നത് ഈ ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ നമ്മൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ വേറൊരു രീതിയിലുള്ള അരപ്ലേസ് ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയൊരു മാറ്റം അവിടെ മാത്രം വരുത്തിയിട്ടുണ്ട്. അല്ല ടൈലിട്ടു, റെഡ് ഓക്സൈഡ് ആയിരുന്നു. പിന്നെ ടൈലിട്ടോ, നമ്മുടെ തറ മുഴുവൻ റെഡ് കളറിലുള്ള തറയായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ എന്തോ സംഭവമൊക്കെയാണ്. നമ്മൾ അതൊക്കെ മാറ്റി കുറച്ച് ഇവിടെ ആ ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സെയിം, ആ ഒരു സ്ട്രക്ചറൊക്കെ സെയിം തന്നെയാണ്. 2 തൂണുണ്ട്, അങ്ങനെ ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്, പിന്നെ ഇവിടെ ഒരു ജനലുണ്ട്. അങ്ങനെ ആ ഒരു പഴയ സെറ്റപ്പിലാണ് നമ്മുടെ വീടുള്ളത്. പിന്നെ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തൊട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പഴയ തൊട്ടിയാണ്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ചില സമയത്ത് കയറി കാണാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പൊളിഞ്ഞു പോകുന്നൊരു പേടിയുള്ളതുകൊണ്ട് അങ്ങനെ അധികം ഇരിക്കാറില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു റേഡിയോ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്ത് വലിയ റേഡിയോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഇതിലിങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് അതിങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ സച്ചുവിൻ്റെ കുറച്ച് കലാപരിപാടികളും സാധനങ്ങളും പിന്നെ നമ്മളുടെ ഒരു ചെടി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മളത് അകത്തോട്ട് കയറാണെങ്കിൽ ഇവിടെ നമ്മുടെ ഹോളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോളെന്ന് വെച്ചാൽ ശരിക്കും ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് ഉണ്ടായിരുന്നത്. പണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാസേജ് പോലെ വന്നിട്ട് ഇവിടെ ഒരു റൂമൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ മേലോട്ട് കോണിപ്പടി ഉണ്ടാകും. നമ്മുടെ മച്ചാണ്ടോ വീടിൻ്റെ മേലുള്ളത്, മറ്റേ എന്താ പറയുക, നമുക്ക് മേലോട്ട് കയറാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോഴും കയറാൻ പറ്റും, പക്ഷെ നമ്മുടെ ഏണി എടുത്ത് മേളിൽ കൊണ്ട് വെച്ചേക്കണോണ്ട് നമ്മൾ വേറെ ഏണിയൊക്കെ വെച്ചിട്ടൊക്കെ കയറേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളെന്ന് പറയുന്നത്. ഹോളിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു സോഫ ഇട്ടിട്ടുണ്ട് ആൻഡ് ഒരു ടീപ്പോയി ഇട്ടിട്ടുണ്ട്, അങ്ങനെ തന്നെ. നമുക്കിവിടെ ഈ വീടിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കിവിടെ ഫുള്ള് ഡോർസ് ആയിട്ടാണ് കാണുന്നത്. ഡോറും ജനലുകളൊക്കെ തന്നെയാണെങ്കിൽ ഇവിടെ നിങ്ങോട്ടേക്ക് ഒരു റൂമുണ്ട്, ഇവിടെ നിങ്ങോട്ട് റൂമുണ്ട്, അവിടെ റൂമുണ്ട്, അവിടെ റൂമുണ്ട്. അങ്ങനെ നമുക്ക് ഫുള്ള് അങ്ങനെ ജനലുകളും വാതിലുകളും തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഷോക്കേസ് ഉണ്ട്. അപ്പോൾ ഷോക്കേസിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് 1-2 സാധനങ്ങളൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഷോക്കേസാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹോളിലുള്ളത്. ഇനിയിപ്പോൾ നമ്മളിതാ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ 2 സൈഡിൽ ഇങ്ങനെ പോത്തോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചിക്ക് ഇങ്ങനെ ചെടികൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉമ്മച്ചി അകത്തൊക്കെ ചെടികൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ പോത്തോസ് ഉണ്ട്. അതുപോലെ നമ്മൾ 2 സൈഡിൽ ഇങ്ങനെ ഓരോ ലാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാമ്പ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വാങ്ങാൻ പറ്റില്ല. അതായത് ആമസോണിൽ നിന്ന് ഈ കുറച്ച് നാൾ മുന്നേ വാങ്ങിയതായിരുന്നു.
300 സംതിങ് ഉള്ളതുണ്ട് അതിന്റെ പ്രൈസ്. അപ്പോൾ ഞാൻ ക്യാഷ് കവർ വഴി വാങ്ങിയപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ഒരു ക്യാഷ് ബാക്ക് കിട്ടിയിട്ട് ഇത്രയും പ്രൈസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സംഭവമാണ്. പക്ഷെ അതിന്റെ ആ ലൈറ്റും കൂടി ഇട്ടാലേ അത് ശരിക്കും അതിന്റെ ആ ഒരു ഒറിജിനൽ ഭംഗി വരുന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ മാറിയിട്ട് നല്ല ലൈറ്റൊക്കെ വാങ്ങണം. അപ്പോൾ അതിങ്ങനെ 2 സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു CC പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇത്രയാണ് ഈ ഒരു ഏരിയയിലെ കാര്യങ്ങളെ. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ TV ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു TV മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഹോളിലെ കാര്യങ്ങൾ കേട്ടോ. ഹോള് വേറെ വലിയ സംഭവങ്ങളായിട്ടൊന്നും ഇല്ല, ചെറിയൊരു ഹോളാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ ഹോളല്ലായിരുന്നു ആക്ച്വലി. ഉമ്മച്ചിക്ക് ഹോളില്ലാത്ത വീടെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നമ്മളിത് ഹോളാക്കിയതാണ്. 2 റൂമായിരുന്നു, അങ്ങനെ ഹോളാക്കിയതാണ് കേട്ടോ. അതാണ് ഇവിടെ ഉള്ള ഈ പാർട്ടീഷൻ. ഇനിയിപ്പോ അടുത്തതായി ഒരു ഹോളില് ഈ ഒരു ഡോറ് തുറന്നാല് ഇവിടെ ഒരു കുട്ടി റൂമാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള റൂമൊന്നല്ല, ഒരു ചെറിയ റൂമാണ്. ആകെ നമുക്കൊരു ബെഡും ഈ ഒരു അലമാരയും വെക്കാനുള്ള സ്ഥലം മാത്രമേ റൂമിലുള്ള കേട്ടോ. അപ്പൊ ഉമ്മച്ചിയുടെ അപ്പ ഇപ്പൊ തൽക്കാലം കുറച്ചായിട്ട് ഇവിടെയാണ് കിടക്കുന്നത്. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ റൂം മാറാറുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അവർ ഈ റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. അത് നല്ല നല്ല ലാഭമാണ് കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഇനി ഈ ഒരു സൈഡിലായിട്ടുള്ളതാണ് കേട്ടോ സച്ചുവിന്റെ റൂം. അപ്പൊ സച്ചിന്റെ റൂം എല്ലാവരും കുറെ കണ്ടിട്ടുണ്ടാവും, നമ്മള് മിക്കപ്പോഴും വീഡിയോ എടുക്കാറുള്ള റൂമാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു റൂമില് നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റൂമിൽ നമ്മൾ പെയിന്റ് മാറ്റി, ഞാൻ സച്ചും കൂടി പെയിന്റ് ഒക്കെ അടിച്ചു. അതുപോലെ ഈ ഒരു സൈഡില് ഇവിടെ ഒരു റെഡ് കളറിലെ വോളായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ മാറ്റിയിട്ട് ഈ ഒരു വാൾപേപ്പർ ഒക്കെ ഒട്ടിച്ചു. അങ്ങനെ ഇവിടെ ഒട്ടിച്ചു വാൾപേപ്പർ, ഇവിടെ ഒട്ടിച്ചു, അലമാര ഒട്ടിച്ചു. ഇതൊരു പഴയ അലമാരയായിരുന്നു കേട്ടോ, നമ്മുടെ പണ്ടത്തെ ഒരു ഉമ്മച്ചിയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള അലമാരയായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ ഈ ഒരു പേപ്പറൊക്കെ ഒട്ടിച്ച് കുറച്ചൊന്ന് സെറ്റ് ആക്കി. അപ്പൊ ഒരു എന്താ പറയാ ഭംഗിയാക്കിയിട്ടുണ്ട് റൂം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ എന്താ പറയാ, ഈ സാധനം ഞങ്ങള് ആമസോണിൽ നിന്ന് വാങ്ങിയാണ്ട. അപ്പൊ ഇതിനും എനിക്ക് തോന്നുന്നു 70 റുപ്പീസാന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഒരു ഷീറ്റിന് വരുന്നത്. അപ്പൊ ഭയങ്കര ലാഭമുണ്ടോ, നല്ല മീൻസ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലുക്ക് ഒന്ന് മാറ്റാൻ പറ്റും, റൂമിന്റെ ലുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. അതുപോലെ ഈ അലമാരയുടെ ശരിക്കുള്ള കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതുപോലെ അലമാരയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു പുതിയ ലുക്കായി. അപ്പൊ ഈ ക്യാഷ് കവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്യാഷ് കവർ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ബോണസ് കിട്ടും 25 റുപ്പീസ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് ഡയറക്റ്റ്ലി ക്യാഷ് കവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ ഒരു കോഡ് ഉണ്ട് LIFE25 എന്ന കോഡ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം 25 റുപ്പീസ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് ഏത് വെബ്സൈറ്റിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം. നമുക്ക് 1500 എബോ സൈറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഫേവറേറ്റ് വെബ്സൈറ്റ് ഏതാണോ അത് നമ്മൾ സെർച്ച് ചെയ്യാം, എന്നിട്ട് ആ ഒരു ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ എങ്ങനെയാണോ ഷോപ്പ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഷോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്യാഷ് കവർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ഒക്കെ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു ആമസോണിലെ ആ ഒരു വെബ്സൈറ്റിൽ എത്തും കേട്ടോ. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഷോപ്പ് ചെയ്യുന്ന പോലെ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാം. ഫൈനൽ നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈ ഏർണിംഗ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാൻ പറ്റൂട്ടെ. അപ്പോൾ വൺസ് നമ്മുടെ ആ ഒരു ക്യാഷ് ബാക്ക് 250 റുപ്പീസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഓഫർ ഉണ്ട് ക്യാഷ് ബാക്ക്. ആമസോണിൽ മാത്രമല്ല, അജിയോയിൽ എനിക്ക് 10% ക്യാഷ് ബാക്ക് ഉണ്ട്, മാമാത്തിലാണെങ്കിൽ 20% ക്യാഷ് ബാക്ക് ഉണ്ട്, വാവ്, മിന്ത്ര, സിവാമി, അങ്ങനെ ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഏത് സൈറ്റ്സിൽ നിന്ന് വേണമെങ്കിലും ക്യാഷ് കവർ യൂസ് ചെയ്തിട്ട് വാങ്ങാവേ. ഇനിയിപ്പോൾ ഈ റൂമിൽ അടുത്തത് വരുന്നത് ഈ ഒരു കോർണർ ഷെൽഫാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളതാണ്. ഞാൻ ഇത് റീസെന്റ് ആയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഇതിങ്ങനെ നമുക്ക് എന്താ ഒരുപാട് സാധനങ്ങളൊക്കെ നല്ല ഭംഗിക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നല്ല ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ. ഇതിനും ആകെ 300 എന്തോ ആ ഒരു റേഞ്ച് ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മള് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും റീസെന്റ് ആയിട്ട് വാങ്ങിയതാണ്. പക്ഷേ പണി കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസ് ഒന്നും പ്രിന്റ് ചെയ്യാൻ പറ്റിയില്ല. ലോക്ക്ഡൌൺ ആയിരുന്നുകൊണ്ട് കടകളൊക്കെ അടിച്ചുപോയി. പിന്നെ സച്ചു തനിയെ എന്തൊക്കെയൊക്കെ കുത്തി വരച്ചൊക്കെ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇത്. ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവിടെ നമ്മളൊരു സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ താഴെ ഇരിക്കുന്ന സാധനം എന്താണെന്ന് ചോദിക്കുന്നത്, അത് ഞങ്ങളിങ്ങനെ എന്താ പറയാ ഫ്രിഡ്ജിന്റെ അടിയിലെത്താം റൂം റിനോവേറ്റ് ചെയ്തപ്പോ സച്ചു ഇടുന്ന പോയിക്കണം കേട്ടോ. പഴയ ഫ്രിഡ്ജിന്റെ സാധനമൊക്കെ എടുത്ത് അതിങ്ങനെ കോർണറിൽ വെച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു റൂം. പിന്നെ ഇവിടെ സച്ചുവിന്റെ ഗിറ്റാർ വെച്ചിട്ടുണ്ട്. സച്ചു ഇങ്ങനെ ഗിറ്റാറിസ്റ്റ് ആണെന്നൊക്കെയാണ് പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റും ആമസോണിൽ നിന്ന് വാങ്ങിയ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് ആണ്.
ഇനിയിപ്പോ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോ നമ്മൾ ഇവിടെ ഒരു റബ്ബർ പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് വെച്ചേക്കുന്ന സാധനം എന്താണെന്ന് ചോദിക്കരുത്. അത് കാർഡ്ബോർഡ് ബോക്സ്. അതൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ് കേട്ടോ. ആ ലാമ്പ് വന്ന കാർഡ്ബോർഡ് ബോക്സ്. കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. ജസ്റ്റ് കാർഡ്ബോർഡ് ബോക്സിന്റെ മേലെ ഒരു തുണിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്ത് ചെയ്യാൻ കഴിവ് കൂടിപ്പോയി. അതിന്റെ മേലെയാണ് ഈ ഒരു പ്ലാന്റ് വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് സച്ചുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു സാധനം എടുത്തത്. എന്തിനാന്ന് വെച്ചേക്കുന്നത് ഹെഡ്സെറ്റ് ഒക്കെ വെക്കാൻ. ഹെഡ്സെറ്റ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് അതങ്ങനെ കോർണറിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സച്ചുവിന്റെ റൂമിൽ കഴിച്ചത്. ഇനിയിപ്പോ ഈ സൈഡിലായിട്ടാട്ടോ എന്റെ ബെഡ്റൂം വന്നിട്ടുള്ളത്. നമ്മുടെ TV ഒക്കെ ഇരിക്കുന്ന ആ ഒരു സൈഡിലാണ് എന്റെ ബെഡ്റൂം. അപ്പൊ നമുക്ക് എന്റെ ബെഡ്റൂം ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ എന്റെ റൂം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ റൂമിൽ വെച്ചിട്ട് ഞാൻ അധികം അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനില്ല, കാരണം ഇവിടെ കുറച്ച് ഇരുട്ടാണ്. വൃത്തിയാക്കാറില്ല ഗൈസ്. എന്റെ റൂം എപ്പോഴും ഭയങ്കര വൃത്തിയായതുകൊണ്ട് സച്ചിന്റെ റൂമിൽ കുറച്ച് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും. അത് ഞാൻ സച്ചിന്റെ റൂമിലാണ് എപ്പോഴും വീഡിയോ എടുക്കാറുള്ളത്. അപ്പൊ എന്റെ റൂം എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്നതൊക്കെ തന്നെ ഉള്ളൂ, വലിയ സംഭവമൊന്നും ഇല്ല. ഇവിടെ ഒരു അലമാര ഉണ്ട്, പിന്നെ ബെഡ് ഉണ്ട്. ഈ ബെഡ്ഷീറ്റും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. പിന്നെന്താ, പിന്നെ ഇവിടെ ഒരു കട്ടനായിട്ട് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ വിൻഡോ തുറക്കുന്നില്ല. പിന്നെന്താ, ഇവിടെയാണ് ബാത്റൂം ഉള്ളത് കേട്ടോ. നമ്മുടെ ബാത്റൂം ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ റൂമിൽ. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോ ഇവിടെ ഇങ്ങനെ കബോർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലോക്ക് ഉണ്ട്. അതുപോലെ ഈ ഒരു സെറ്റ് ഇങ്ങനെ ഞാൻ ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. അതിൽ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും, അതായത് എനിക്ക് കേൾക്കാൻ പോകുന്ന പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആഷ്ന ബിലാൽ തന്ന ഗിഫ്റ്റാണ്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ റൂമിൽ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ റൂമിലുള്ളത്. അങ്ങനെ ഒരുപാട് സൗകര്യമില്ല, ചെറിയ റൂമാണ്. നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഭിത്തിയാണ് കേട്ടോ. നമ്മുടെ ഭിത്തി ഇങ്ങനെ ഭയങ്കര ഈർപ്പമുള്ള ഭിത്തിയാണ്. അതുകൊണ്ട് പെയിന്റ് ഒക്കെ ഇങ്ങനെ വേഗം പൊളിഞ്ഞു വരും. അത് മാത്രമാട്ടെ ഈ ഒരു വീടിന്, അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു വോളിന്റെ പ്രശ്നമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ ഇപ്പൊ മഴ വരുമ്പോൾ ചെറിയ രീതിയിൽ വെള്ളം കയറുന്നുണ്ട്. കാരണം പഴയ വീടായതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ താന്നു പോയിട്ട് ചെറുതായിട്ട്, അകത്തൊന്നും കയറൂല, എന്നാലും കുറച്ചൊക്കെ വെള്ളം കയറും കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങളുടേക്ക് വരുമ്പോ ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ. ഇത് ഒരു തട്ടിക്കൂട്ട് റൂമാണ്, തല്ലിപ്പുള്ള റൂമാണ്. ഇത് ഞാൻ ഗോഡൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെയാണ് എഡിറ്റ് ചെയ്യാൻ ഇരിക്കാറ്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ കട്ടനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റൂമിലൊന്നും തീരെ ലൈറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാറില്ല. ഒരു കുഞ്ഞു റൂമാണ് ഈ റൂം. ഉമ്മച്ചിയുടെ കിടക്കുന്ന റൂമില്ലേ, അതും ഒരേ അളവുള്ള റൂമാണ് കേട്ടോ. ഇതൊക്കെ പക്ഷെ പണ്ട് ഉമ്മച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഈ റൂമിലായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നത്. അന്ന് ഇത് വലിയ റൂമായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്കൊന്നിനും സ്ഥലം ഇല്ലാത്ത പോലെ ആട്ടെ ഇവിടെ. നമുക്കിങ്ങനെ ഷെൽഫുകളും കബോർഡൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. ഇപ്പൊ അതാ നോക്കിയാൽ ഈ ഒരു സൈഡിലായിട്ട് ഞാനിങ്ങനെ ഇവാടെ ഡ്രസ്സും എൻ്റെ ഷോളുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. നമുക്ക് ഒരുപാട് പിന്നെ എൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാനുള്ള പ്രൊമോഷൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഈ റൂമിലാണ് കൊണ്ട് തട്ടാറുള്ളത്. അപ്പൊ ഇതങ്ങനെ ഒരു സ്റ്റോർ റൂം കണക്കിന് ഞാൻ യൂസ് ചെയ്യുന്ന റൂമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോ നമ്മൾ ആ ഹോളിൽ നിന്ന് ഇങ്ങടേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇറക്ക് പോലെയാണ്. നമ്മുടെ ഹോളിൽ നിന്ന് കുറച്ചൊരു താഴത്തോട്ടാണ് ഇങ്ങടേക്ക്. അപ്പൊ ഈ ഒരു ഏരിയയിലാണോ നമ്മൾ ഡൈനിങ് ടേബിൾ ഒക്കെ ഇട്ടേക്കുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിൾ, അതുപോലെ ഫ്രിഡ്ജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ വീടിനെക്കാളും കുറച്ചുകൂടി ഒന്ന് താഴെയാണ് ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ. ഈ ഒരു ഏരിയയും കിച്ചണും നമ്മുടെ വീടിനെക്കാളും കുറച്ച് താഴെ. നമുക്ക് ഫ്ലഡ് ഒക്കെ വന്നപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വെള്ളം കയറില്ല, പക്ഷെ ഈ ഒരു ഏരിയയിൽ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ തന്നെ, ഇതൊക്കെ പണ്ടത്തെ ഡൈനിങ് ടേബിളൊക്കെ ആണോ. അതൊക്കെ നമുക്ക് ഇനി പുതിയ വീട് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ മാറ്റാൻ വെച്ചേക്കാണ്. പിന്നൊന്നുമില്ല, ഫ്രിഡ്ജൊക്കെ തന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ. ഇവിടെ ഒരു പാസേജ് പോലെ ഇങ്ങനെ നീളത്തിലുള്ളതാണോ. ഇത് പണ്ട് ഇവിടെ പപ്പാട് ഉമ്മയൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കാനൊക്കെ ഉള്ള അങ്ങനെ എന്തൊക്കെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ. നമ്മൾ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ വീട് ശരിക്കും ഇങ്ങനൊന്നും അല്ല. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്, കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നിങ്ങടേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കിച്ചൺ. അപ്പൊ കിച്ചൺ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ മുന്നേയൊക്കെ പല വീഡിയോയിലും കിച്ചൺ കണ്ടിട്ടുണ്ടാവും. അപ്പൊ കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു കിച്ചൺ ആട്ടോ, വലിയ സംഭവമൊന്നുമില്ല. ഇത് ആക്ച്വലി പണ്ട് വലിയ കിച്ചൺ ആയിരുന്നു. അത് ഉച്ചയ്ക്ക് ചെറുത് വേണമെന്ന് വെച്ച് ചെറുതൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കിച്ചൺ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുപ്പി പാട്ടയൊക്കെ പറഞ്ഞ് നിരത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചേക്കാട്ടോ. വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത കിച്ചണാണ്. അപ്പൊ ഇനി പുതിയ വീടൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളി കിച്ചണൊക്കെ വയ്ക്കും, അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ക്യാഷ് കറോടെ കാര്യം മറക്കണ്ട. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 rupees ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലൈഫ് 25 കോഡ് കൊടുത്താലും മതിയേ.
അങ്ങനെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. ബൈ.